ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയും വാഗ്ദത്തങ്ങളെയും കാണാൻ കഴിയാതെ വണ്ണം, നമ്മുടെ കണ്ണിൽ പെടാൻ കഴിയാതെ വണ്ണം മൂടിയിരിക്കുന്ന സകല മൂടുപടങ്ങളെയും നീക്കിക്കളയുവാനായി നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന ഇതാണ്. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ മൂടി വച്ചിരിക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തികളും മൂടുപടങ്ങളും മാറി ദൈവത്തിന്റെ മുഴുവൻ പ്രകാശവും ദൈവത്തിന്റെ മുഴുവൻ വാഗ്ദത്തങ്ങളും നിങ്ങളെ ശോഭിക്കാനിടയാകും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ പ്രകാശിപ്പിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ അകത്തുള്ള സൗന്ദര്യത്തെ പുറത്തു കൊണ്ടുവരും. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ അകത്തുള്ള ദൈവിക പദ്ധതികളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തില് 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വളരെ പരിചിതമാണ്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ശേഷം ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആഴത്തിന്റെ മുകളിലുള്ള ഇരുൾ അവിടെ കിടക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു വലിയ ആഴവും അതിന്റെ മീതെ ഇരുളും അതിന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് പൊരുന്നിരിക്കുന്നത് പോലെ പരിവർത്തിക്കുകയാണ്. ആ പരിവർത്തനത്തിന്റെ ഫലമാണ് പിന്നീട് നമ്മൾ കാണുന്നത് വെളിച്ചമുണ്ടാകുന്നതും ഭൂമി ഉയർന്നു വെളിച്ചത്ത് വരുന്നതും സകല സൃഷ്ടിജാലങ്ങളും പുറത്തു വരുന്നതും മനുഷ്യനും മണ്ണിൽ നിന്ന് മനുഷ്യനെ എടുത്ത് പുറത്തു കൊണ്ടുവരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് പൊരുന്നിരുന്ന് കഴിയുമ്പോൾ വെളിപ്പെടാതെ മൂടിക്കിടക്കുന്ന സകല ദൈവികമായ അനുഗ്രഹങ്ങളും നിങ്ങളുടെ വീടിനകത്താകട്ടെ നിങ്ങളിലാകട്ടെ മൂടപ്പെട്ട് കിടക്കുന്ന ടാലന്റുകളാകട്ടെ കഴിവുകളാകട്ടെ നന്മകളാകട്ടെ വാഗ്ദാനങ്ങളാകട്ടെ ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഉയർത്തിക്കൊണ്ടുവരും. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, കർത്താവ് ആത്മാവാകുന്നു. 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. യേശുക്രിസ്തുവിന്റെ അതേ രൂപമായിത്തീരുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പോലെ തേജസ്സുള്ളവരായി നാം മാറുന്നു. ഒക്കെ എപ്പോഴാണെന്നറിയാമോ? മൂടുപടം മാറുമ്പോൾ, ആവരണം മാറുമ്പോൾ, നമ്മുടെ മേൽ കിടക്കുന്ന എല്ലാ മൂടുപടങ്ങളും ദൈവം എടുത്തു കളഞ്ഞു കഴിയുമ്പോൾ ആത്മാവിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ദൈവ സാന്നിധ്യത്തെ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ മുകളിൽ കിടക്കുന്ന പിശാചിട്ടിരിക്കുന്ന സകല ഇരുട്ടിന്റെ പുതപ്പിനെയും ദൈവം വലിച്ചു കീറിയിട്ട് ദൈവത്തിന്റെ ആത്മാവാകുന്ന ഒരു എന്താ പറയുന്നത്, ആത്മാവിന്റെ പുതപ്പിനെ ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്ക് ദൈവികമായ വഴികളും ദർശനങ്ങളും ഒക്കെ ദൈവം കാണിച്ചു തരും, വെളിപ്പാടുകൾ ദൈവം തരും. ഹല്ലേലൂയ. ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മൂടുപടം മാറാത്ത മുഖങ്ങളുണ്ട്. അവരെ കുറിച്ച് പറയുകയാണ്. ദൈവപ്രതിമയായ 4-ാം വാക്യം 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ഒരു വലിയ ആവരണം, ഒരു കുരുട്ട് കണ്ണായിട്ട് കിടക്കുക. എന്താ? ദൈവപ്രതിമയായി തീരേണ്ട, അല്ലെങ്കിൽ നാം ദൈവപ്രതിമയായി തീരേണ്ട എന്നെ യേശുക്രിസ്തുവിന്റെ അങ്ങനെയുള്ള യേശുവിന്റെ സുവിശേഷം എൻ്റെ അകത്ത് ശോഭിക്കരുത്. അങ്ങനെ ശോഭിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പിശാചിന്റെ മനസ്സിനെ കുരുടാക്കി ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയും കാണാൻ കഴിയാതെ വരികയാണ്. എന്നാൽ എത്രയോ ഭാഗ്യമാണ് ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു നിന്നും സുവിശേഷം കാണാൻ കൃപ നൽകിയതും ദൈവത്തെക്കുറിച്ച് നന്നായി അറിയാൻ ഇടയാക്കിയത്. അവിശ്വാസികളുടെ മനസ്സൊക്കെ ഇപ്പോഴും കുരുടായി കിടക്കുക. അവർക്ക് പ്രതീക്ഷകളില്ല, ഒരുപാട് സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സകലതും നാശത്തിലേക്കാണ് പോകുന്നു, മരണത്തിലേക്കാണ് പോകുന്നത്.
മുന്നോട്ട് പോകാൻ കരകയറാൻ ഒരു വഴിയില്ലെന്നുള്ള ചിന്തയിലാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്നവന്റെ ചിന്ത. ഇരുളിനെ വെട്ടിമാറ്റി നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നിർത്തുകയാണ് ദൈവികമായ വലിയ സാധ്യതകളിലേക്ക്. ഹല്ലേലൂയ. ഇരുട് മൂടിക്കിടന്ന വെള്ളം മൂടിക്കിടന്ന ഭൂമിയെ ദൈവം പുറത്തു കൊണ്ടുവന്ന് മനുഷ്യന് കൊടുത്തതുപോലെ ദൈവം നിങ്ങളുടെ കയ്യിൽ വാഗ്ദാനങ്ങൾ നൽകിത്തരും, നന്മകൾ നൽകിത്തരും. ഒരു നന്മയും മുടങ്ങാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സകല ശോഭയും അതിലൊന്നും കുറയാതെ ഈ ലോകത്തിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു എന്നാണ് എബ്രായർ ലേഖനം 12 പറഞ്ഞു. നിങ്ങൾ ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇരുളിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം സംഭവിച്ചത് ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടാകുക എന്ന് പറഞ്ഞാൽ തെളിച്ചമുണ്ടാകുകയാണ്. പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കുമ്പോൾ ആദ്യം നമ്മിൽ നിന്ന് വെളിച്ചമാണ് ഉണ്ടാകുന്നത്, തെളിച്ചമാണ് ഉണ്ടാകുന്നത്. ദൈവത്തെ കാണാൻ പറ്റുക, ലോകത്തെ തിരിച്ചറിയാൻ പറ്റുക, മറ്റു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുക, ജീവിതം തിരിച്ചറിയാൻ പറ്റുക, ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് തിരിച്ചറിയുക. അപ്പൊ വെളിച്ചത്തിൽ അല്ലെങ്കിലോ ഇങ്ങോട്ട് പോകുന്ന അറിയത്തില്ല, എന്തിനു ജീവിക്കുന്ന അറിയത്തില്ല, ദൈവം ഉണ്ടോന്ന് അറിയത്തില്ല, പിശാചുണ്ടോന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് ദൈവത്തെ അറിയാം, പിശാചിനെ അറിയാം, മനുഷ്യനെ അറിയാം, ലോകത്തെ അറിയാം, മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം ദൈവം നൽകിയത് എന്താണെന്ന് അറിയാം. ഇങ്ങനെയുള്ള അറിവുകളൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ നമ്മിൽ വന്ന വെളിച്ചം തന്നതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള സത്യ വെളിച്ചമായ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചോ. ഉണക്ക അസ്ഥികൾ, ചലനമില്ലാതെ കിടക്കുന്ന അസ്ഥി താഴ്വരയിൽ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വന്നെന്നായിരിക്കുന്നു. ആത്മാവ് അങ്ങോട്ട് ചെന്നിട്ട് ആ അസ്ഥികളെല്ലാം ഒരുമിപ്പിച്ച് മാംസവും തൊക്കും പിടിപ്പിച്ച് ജീവനുള്ളതാക്കി പിന്നീട് എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്ന ശക്തരായ സൈനികരാക്കി മാറ്റി. പരിശുദ്ധ ആത്മാവ് നമുക്ക് പ്രകാശം തരും. പരിശുദ്ധ ആത്മാവ് നമുക്ക് ലക്ഷ്യങ്ങൾ തരും. പരിശുദ്ധാത്മാവ് നമ്മെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എത്ര ഇരുളേറിയ സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് അവന്റെ പ്രകാശം അയച്ച് അതിനകത്തൂടെ വഴി കാണിച്ച് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. എത്ര ഇരുട്ടിനകത്തൂടെ സഞ്ചരിച്ചാലും വെളിച്ചമുള്ളവന് പേടിക്കേണ്ട കാര്യമില്ല. വെളിച്ചമുള്ളവന് പേടിക്കേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് വെളിച്ചമുള്ളവന് കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, ഇരുട്ടിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. വെളിച്ചമുള്ളവന് എവിടെ സഞ്ചരിക്കും. എൻ്റെ അകത്ത് യേശു ഉണ്ട്. വെളിച്ചമായ യേശു എൻ്റെ അകത്ത് വന്നു. നിങ്ങളുടെ അകത്തും കിടക്കുന്ന ദൈവിക പദ്ധതികളും വാഗ്ദത്തങ്ങളും ഒക്കെ ഈ വെളിച്ചം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച ദൈവം നിങ്ങൾക്ക് വലിയ പ്രകാശനം തരട്ടെ. എഫെസ്യ ലേഖനം 1 അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രകാശനം നിങ്ങളുടെ അകത്തേക്ക് വന്ന് ശോഭിച്ചിട്ട് ദൈവികമായി വിളിയാനുള്ള ആശ നിങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് പ്രകാശനം നൽകി തന്നിട്ട് ദൈവത്തിന്റെ വിളിയാനുള്ള ആശ നിങ്ങൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ദൈവിക പദ്ധതികളൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. വചനം കേൾക്കണമെന്ന് ആഗ്രഹം വരും. ദൈവത്തിന്റെ പദ്ധതികൾ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം വരും. അവിടെ നമ്മൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങും. സ്വപ്നം കാണുന്നവരെ പോലെ നമ്മൾ സഞ്ചരിക്കും. ഹല്ലേലൂയ. ആത്മീയ ജീവിതം അങ്ങനെയാണ്. എന്നാൽ അതാണ് സത്യം. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള ജീവിതം പരിശുദ്ധാത്മാവ് ചെയ്തു തരട്ടെ. ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ഞായറാഴ്ച ദിവസം നിന്റെ ശബ്ദം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഇരുൾ മൂടിക്കിടന്ന ആഴത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ വെളിച്ചം വന്നതുപോലെ കർത്താവ്, ഈ മക്കളുടെ തലയുടെ മുകളിൽ കിടക്കുന്ന ഇരുട്ടിന്റെ ആവരണങ്ങളെയും മൂടുപടങ്ങളെയും എടുത്തു കളഞ്ഞിട്ട് അവരുടെ കണ്ണുകളെ തുറക്കണം. അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള വഴികൾ ദൈവം തുറക്കണം. കർത്താവേ, ദൈവികമായ ഒരു വെളിച്ചവും പ്രകാശവും എല്ലാം ഉണ്ടാകട്ടെ. ദൈവിക പദ്ധതിയിലൂടെ സഞ്ചരിക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഞായറാഴ്ച ഇന്നു മുതൽ ആ ദൈവിക വഴികൾ തുറന്നത് കാണട്ടെ. കർത്താവേ, വ്യക്തമായ പദ്ധതിയിലൂടെ സഞ്ചരിക്കട്ടെ. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇടയാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. അവൻ വഴി കാണിക്കാൻ വെളിച്ചമാണ്. അവൻ നിങ്ങൾക്കൂടെ അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ. ഞായറാഴ്ച നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മീറ്റിങ്ങിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എല്ലാ ഞായറാഴ്ചയും രാത്രി 10 മുതൽ 11 വരെ ഇന്ത്യൻ സമയം ഒരു വിടുതൽ ശുശ്രൂഷ ഓൺലൈനിലൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ID പാസ്വേഡോ ലിങ്കോ ലഭിക്കാത്തവർ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. രാത്രി
ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 10 മുതൽ 11 വരെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് സൺഡേ.